My dear friends, welcome to Rekha's Linguistic Lodge. How are you? In the previous class, we learned how to convert declarative sentences into reported speech. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിക്ലറേറ്റീവ് സെന്റൻസ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുന്നത് എങ്ങനെയെന്ന് പഠിച്ചു. Let's learn how to convert interrogative sentences into reported speech today. ഈ വീഡിയോയിൽ നമുക്ക് ഇൻട്രോഗേറ്റീവ് സെന്റൻസസ് അഥവാ ചോദ്യങ്ങൾ എങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുന്നതെന്ന് പഠിക്കാം. In this video, we will focus on WH questions in reported speech. ഇന്ന് നമുക്ക് WH questions എങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുന്നതെന്ന് പഠിക്കാം. WH questions are questions that begin with words like what, when, where, who, why, which, whom, and whose. These questions require a specific answer, unlike yes or no questions. ഇത്തരം ചോദ്യങ്ങൾക്ക് പ്രത്യേകമായ ഒരു ഉത്തരമാണ് പ്രതീക്ഷിക്കുന്നത്. Today, we will understand the rules and steps to convert these questions into reported speech with examples to make the concept clear. Let's see some examples. John asked Mary, "Where do you live?" ഇൻട്രോഗേറ്റീവ് സെന്റൻസ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ക്വസ്റ്റ്യൻ രൂപത്തിലുള്ള സെന്റൻസ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വേർഡ് ഓർഡർ മാറ്റേണ്ടതുണ്ട്. അതുപോലെ ക്വസ്റ്റ്യൻ മാർക്ക് മാറ്റി ഫുൾ സ്റ്റോപ്പ് ആണ് റിപ്പോർട്ടഡ് സ്പീച്ചിലെ സെന്റൻസിന്റെ അവസാനം നമ്മൾ ചേർക്കുന്നത്. ഇവിടെ ഡയറക്റ്റ് സ്പീച്ചിലെ ക്വസ്റ്റ്യൻ ആയ വേർ ഡു യു ലിവ് എന്നതിന്റെ വേർഡ് ഓർഡർ വരുന്നത് ഇപ്രകാരമാണ്: ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഹെൽപ്പിംഗ് വേർബ് ഡു ഓർ ഡസ് പ്ലസ് സബ്ജക്ട് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ്. സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള WH ക്വസ്റ്റ്യൻസിൽ രണ്ടു തരത്തിലാണ് ഹെൽപ്പിംഗ് വേർബ് വരുന്നത്: ഡു ഓർ ഡസ്. പ്ലൂരൽ സബ്ജക്റ്റിന്റെ കൂടെ ഡു ഉപയോഗിക്കുന്നു. അതുപോലെ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഡസ് ആണ് വരുന്നത്. അതിനുശേഷം സബ്ജക്റ്റ്, പിന്നെ വേർബിന്റെ ബേസ് ഫോം. ജോൺ ആസ്ക്ഡ് മേരി എന്നതിൽ ആസ്ക്ഡ് എന്ന റിപ്പോർട്ടിംഗ് വേർബ് പാസ്റ്റ് ടെൻസിലായതുകൊണ്ട് ക്വസ്റ്റ്യനിലെ ടെൻസ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറുമ്പോൾ മാറ്റേണ്ടതുണ്ട്. ക്വസ്റ്റ്യനിൽ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് വേർബ് വന്നിരിക്കുന്നത്. അത് സിമ്പിൾ പാസ്റ്റിലോട്ട് മാറ്റേണ്ടതുണ്ട്. അതുപോലെ തന്നെ വേർഡ് ഓർഡറും മാറ്റേണ്ടതുണ്ട്. സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ സെന്റൻസ് ഇപ്രകാരമാണ് വരുന്നത്: ജോൺ ആസ്ക്ഡ് മേരി വേർ ഷീ ലിവ്ഡ്. ഇവിടെ ഡു ലിവ് എന്നത് ലിവ് എന്നതിനെ സ്പ്ലിറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ രൂപത്തിൽ വരുമ്പോൾ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അത് സിമ്പിൾ പ്രസന്റൻസിലാണ്. അതിന്റെ പാസ്റ്റ് ഫോം ആയിട്ട് വരുന്നത് ലിവ്ഡ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ഫോമാണ് ലിവ്ഡ് എന്നത്. അങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ചിൽ ലിവ്ഡ് എന്ന് വന്നിരിക്കുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ടുള്ള വേർ എന്നതിന് ശേഷം സബ്ജക്റ്റ് വന്നിരിക്കുന്നു. അതുപോലെ ഹെൽപ്പിംഗ് വേർബ് ആയിട്ടുള്ള ഡു ഒഴിവാക്കിയിരിക്കുന്നു. അപ്പോൾ വേർ ഡു യു ലീവ് എന്ന ക്വസ്റ്റ്യൻ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റിയപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത്? ഹെൽപ്പിംഗ് വേർബായ ഡു ഒഴിവാക്കി. വേർ എന്ന ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം സബ്ജക്റ്റ്. ഇവിടെ സബ്ജക്റ്റ് യു എന്നത് മേരിയെ ഉദ്ദേശിച്ചാണ്. അത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റിയപ്പോൾ യു എന്ന പ്രൊനൗൺ മാറ്റി ഷീ എന്നാക്കിയിരിക്കുന്നു. പിന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള വേർബ് ആയതുകൊണ്ട് അതിനെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റി ലിവ്ഡ് എന്നാക്കി മാറ്റി. അതുപോലെ ക്വസ്റ്റ്യൻ മാർക്ക് ഒഴിവാക്കി ഫുൾ സ്റ്റോപ്പ് ആണ് സെന്റൻസിന്റെ അവസാനം ചേർത്തത്. പിന്നെ പ്രൊനൗൺ മാറ്റി. യു എന്ന പ്രൊനൗൺ മാറ്റി ഷീ എന്നാക്കി. കാരണം ജോൺ മേരിയോടാണ് ചോദിച്ചത്. ഫീമെയിൽ പേഴ്സൺ ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ യു എന്നത് മാറ്റി ഷീ എന്നത് ആഡ് ചെയ്തത്. ഗോട്ട് ഇറ്റ്? സെന്റൻസ് എങ്ങനെ വന്നു? ജോൺ ആസ്ക്ഡ് മേരി വേർ ഷീ ലിവ്ഡ്. ഡിക്ലറേറ്റീവ് സെന്റൻസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ നമ്മൾ കൺജങ്ഷൻ ദാറ്റ് ആഡ് ചെയ്തിരുന്നു. ഇവിടെ WH ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൺജങ്ഷൻ ചേർക്കുന്നില്ല. അത് ശ്രദ്ധിക്കുക. Look at this sentence. John asked Mary, "What are you doing?" ഇവിടെ റിപ്പോർട്ടിംഗ് വേർബ് ആസ്ക്ഡ് ആണ്. അത് പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ക്വസ്റ്റ്യൻ മാറ്റുമ്പോൾ അതിന്റെ ടെൻസിന് മാറ്റം വരുന്നു. ഇവിടെ
ആർ ഡൂയിങ് എന്ന വേർബാണ് ക്വസ്റ്റ്യനിലുള്ളത്. അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറുമ്പോൾ വാസ് ഡൂയിങ് എന്നായിട്ടാണ് മാറുന്നത്. കാരണം ഇവിടെ ഡയറക്റ്റ് സ്പീച്ചിലെ സബ്ജക്റ്റ് യു ആണ്, അത് പ്രൊനൗൺ ആണ്. യു എന്നത് നമുക്ക് സിംഗുലർ സബ്ജക്റ്റായും പ്ലൂരൽ സബ്ജക്റ്റായും ഉപയോഗിക്കാവുന്നതാണ്. ഒരാളെ കുറിച്ചും ഒന്നിലധികം ആളുകളെ പരാമർശിക്കുമ്പോഴും നമുക്ക് യു എന്ന് യൂസ് ചെയ്യാവുന്നതാണ്. ഒരാളെ കുറിച്ച് പരാമർശിക്കുമ്പോഴും ഒന്നിലധികം ആളെ കുറിച്ച് പരാമർശിക്കുമ്പോഴും യു എന്ന പ്രൊനൗണിന്റെ കൂടെ എപ്പോഴും പ്ലൂരൽ ഫോമിലുള്ള ഹെൽപ്പിംഗ് വെർബ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ശ്രദ്ധിക്കുക. റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റിയപ്പോൾ സബ്ജക്റ്റ് വന്നിരിക്കുന്നത് ഷീ എന്നാണ്. അത് മേരിയെ ഉദ്ദേശിച്ചായതുകൊണ്ടാണ് ഷീ എന്ന് വന്നിരിക്കുന്നത്. ഷീ എന്നത് ഇവിടെ സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് സിംഗുലർ ഫോമിലുള്ള ഹെൽപ്പിംഗ് വെർബായ വാസ് എന്ന് റിപ്പോർട്ടർ സ്പീച്ചിലെ സെന്റൻസിൽ വന്നിരിക്കുന്നത്. ഇത് ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ പോലെ വേർഡ് ഓർഡറും മാറുന്നു. ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം സബ്ജക്റ്റ് വരുന്നു, പിന്നെ വേർബ്. അപ്പോൾ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ജോൺ ആസ്ക്ഡ് മേരി വാട്ട് ഷീ വാസ് ഡൂയിങ് എന്നായി മാറുന്നു. സെന്റൻസിന്റെ അവസാനം നമ്മൾ ഫുൾ സ്റ്റോപ്പ് ആണ് ചേർക്കുന്നത്. അതുപോലെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ കൊട്ടേഷൻ മാർക്ക് ഒഴിവാക്കുന്നു. ഇതും ശ്രദ്ധിക്കുക. ജോൺ ആസ്ക്ഡ് മേരി വൈ ഹാവ് യു കോൾഡ് മീ. ഇവിടെ വേർബ് ഹാവ് കോൾഡ് ആണ്. ഇത് പ്രസന്റ് പെർഫെക്റ്റിലാണ്. അപ്പോൾ വേർബ് പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറും. റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ സെന്റൻസ് എങ്ങനെ വരും? ജോൺ ആസ്ക്ഡ് മേരി വൈ ഷീ ഹാഡ് കോൾഡ് ഹിം. പ്രൊനൗൺസ് മാറിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. യു എന്നത് ഷീ എന്നായി മാറി, അത് മേരിയെ ഉദ്ദേശിച്ചാണ്. അതുപോലെ മീ എന്നത് ജോണിനെ ഉദ്ദേശിച്ചായതുകൊണ്ട് ഹിം എന്നായി മാറിയിരിക്കുന്നു. ഷീ ആസ്ക്ഡ് ഹിം വെൻ ഡിഡ് യു അറൈവ്. ഇവിടെ വെൻ ഡിഡ് യു അറൈവ് എന്ന ക്വസ്റ്റ്യനിൽ വേർബ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ഡിഡ് എന്ന ഹെൽപ്പിംഗ് വേർബ് വരുമ്പോൾ വേർബ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലായിരിക്കും. ഡിഡ് അറൈവ് എന്നാൽ അറൈവ്ഡ് എന്നാണ് അത് അർത്ഥമാക്കുന്നത്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എങ്ങനെയാണ് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ മാറുന്നത്? പാസ്റ്റ് പെർഫെക്റ്റിലോട്ടാണ് മാറുന്നത്. അത് ഹാഡ് അറൈവ്ഡ് എന്നായി മാറുന്നു. റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ സെന്റൻസ് എങ്ങനെ വരും? ഷീ ആസ്ക്ഡ് ഹിം വെൻ ഹി ഹാഡ് അറൈവ്ഡ്. ഹി ആസ്ക്ഡ് ഹർ ഹു വാസ് സിറ്റിംഗ് ഹിയർ. ഇവിടെ വാസ് സിറ്റിംഗ് എന്നതാണ് വേർബ്. അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. അപ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറുന്നു. അതായത് ഹാഡ് ബീൻ സിറ്റിംഗ് എന്നായി മാറുന്നു. റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ സെന്റൻസ് ഹി ആസ്ക്ഡ് ഹർ ഹു ഹാഡ് ബീൻ സിറ്റിംഗ് ദർ എന്നായി മാറുന്നു. ചോദ്യ രൂപത്തിലുള്ള സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ വേർഡ് ഓർഡർ മാറ്റി സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റണമെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നുവല്ലോ. ഹു എന്ന വേർഡ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ വേർഡ് ഓർഡർ മാറുന്നില്ല. കാരണം ഹു എന്നത് തന്നെയാണ് ഇവിടെ സബ്ജക്റ്റ് ആയി വരുന്നത്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ വേർഡ് ഓർഡർ മാറുന്നില്ല. ഇവിടെ ഡയറക്റ്റ് സ്പീച്ചിലുള്ള ഹിയർ എന്ന വേർഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റിയപ്പോൾ there എന്നായി മാറിയിരിക്കുന്നു. ഷീ ആസ്ക്ഡ് ഹിം വാട്ട് വിൽ യു ഡു ടുമോറോ. ഇവിടെ ഡയറക്റ്റ് സ്പീച്ചിലുള്ള ക്വസ്റ്റ്യൻ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വിൽ എന്ന വേർബ് വുഡ് ആയി മാറുന്നു. ഇവിടെ ടു എന്നത് മെയിൻ വേർബ് ആണ്, അതിന് മാറ്റം വരുന്നില്ല. അപ്പോൾ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഷീ ആസ്ക്ഡ് ഹിം വാട്ട് ഹി വുഡ് ഡു ദ നെക്സ്റ്റ് ഡേ എന്നായി മാറുന്നു. ടുമോറോ എന്നത് ദ നെക്സ്റ്റ് ഡേ എന്നായി മാറിയിരിക്കുന്നു. ഡയറക്റ്റ് സ്പീച്ചിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ റിപ്പോർട്ടഡ് സ്പീച്ചിലെ കോണ്ടെക്സ്റ്റിനനുസരിച്ച് മാറ്റം വരുന്നു. വേർഡ്സ് ദാറ്റ് ഇൻഡിക്കേറ്റ് നിയർനെസ് ഇൻ ഡയറക്റ്റ് സ്പീച്ച് ആർ ചേഞ്ച്ഡ് ടു വേർഡ്സ് ദാറ്റ് ഇൻഡിക്കേറ്റ് ഡിസ്റ്റൻസ് ഇൻ ഇൻഡയറക്റ്റ് സ്പീച്ച്. ഡയറക്റ്റ് സ്പീച്ചിൽ നിയർനെസ് സൂചിപ്പിക്കുന്ന വാക്കുകൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഡിസ്റ്റൻസ് സൂചിപ്പിക്കുന്ന വാക്കുകളായി മാറുന്നു. ഇത് റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയുടെ പെർസ്പെക്റ്റീവ് അഥവാ കാഴ്ചപ്പാട് മാറുന്നതിനാലാണ്. ഡയറക്റ്റ് സ്പീച്ചിൽ ദിസ് എന്നുള്ള വേർഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അത് ദാറ്റ് ആയി മാറുന്നു. ഡയറക്റ്റ് സ്പീച്ചിൽ ദീസ് എന്നുള്ള വേർഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ദോസ് എന്നായി മാറുന്നു. അതുപോലെ ടുഡേ, ദാറ്റ് ഡേ, ടുമോറോ, ദ നെക്സ്റ്റ് ഡേ, യെസ്റ്റർഡേ, ദ പ്രീവിയസ് ഡേ, ലാസ്റ്റ് വീക്ക്, ദ പ്രീവിയസ് വീക്ക്, നെക്സ്റ്റ് വീക്ക്, ദ ഫോളോയിങ് വീക്ക്,
ago, before, now, then, here, there എന്ന രീതിയിൽ മാറുന്നു. In this video, we discussed how to convert WH questions into reported speech by following specific rules. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ WH question reported speechലേക്ക് മാറ്റുന്നത് എങ്ങനെയെന്ന് പഠിച്ചു. In the next class, we will learn about yes or no questions in reported speech. These questions are slightly different because they don't start with the WH words and require a yes or no answer. അടുത്ത ക്ലാസ്സിൽ നമുക്ക് yes or no questions reported speechലേക്ക് മാറ്റുന്ന രീതിയെക്കുറിച്ച് പഠിക്കാം. Stay tuned to understand the rules and examples for this conversion. If you like my classes, don't forget to subscribe and share. Thank you so much for joining me. Have a great day.